അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കാരുണ്യത്തിൻ്റെ 10 നമ്മിൽ നിന്നും വിടചൊല്ലി പാപമോചനത്തിൻ്റെ 10 ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നു. നമ്മുടെ രഹസ്യപരസ്യ ജീവിതം കണ്ട, അറിഞ്ഞ, ഒന്നുപോലും വിടാതെ രേഖപ്പെടുത്തിയ ആ റബ്ബ് തആല തന്നെയാണ് നമുക്ക് പൊരുത്തപ്പെട്ടു തരാനുള്ളത്. അതുകൊണ്ട് ആ റബ്ബിനോട് തന്നെയാണ് നമുക്ക് ഏറ്റുപറയാനുള്ളത്. അള്ളാഹു എല്ലാം കണ്ടെങ്കിലും, അള്ളാഹു എല്ലാം കേട്ടെങ്കിലും, ആ റബ്ബ് നമുക്ക് തന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ എന്നോട് പാപമോചനം തേടണം, എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. തൗബ ചെയ്യുന്നവരെ വലിയ രൂപത്തിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷം പറയുന്നുണ്ട്. സർവ സജ്ജരായി ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് യാത്ര പോകുമ്പോൾ ആ മനുഷ്യന്റെ വെള്ളവും ഭക്ഷണവും മുഴുവനും ആ മൃഗത്തിന്റെ മേലിലാണ്. ആ മരുഭൂമിയിൽ ആ മൃഗത്തിന് കെട്ടിയിട്ട് അല്പസമയം ഈ മനുഷ്യൻ കിടന്നുറങ്ങി. എണീറ്റപ്പോൾ ഈ മൃഗത്തിനെ കാണാനില്ല. മരണം മുമ്പിൽ വന്ന സമയം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമയം, ആ സമയത്താണ് ആ മൃഗത്തിനെ തൻ്റെ മുമ്പിൽ കാണുന്നത്. ആ സമയത്ത് ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഇതിനെക്കാട്ടിലും വലിയ സന്തോഷമാണ് തെറ്റ് ചെയ്ത അടിമ അള്ളാഹുവിനോട് റബ്ബേ എനിക്ക് പറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. അതുകൊണ്ട് അള്ളാഹു എൻ്റെ ദോഷം പൊരുത്തപ്പെട്ടു തരും എന്ന ഒരു നല്ല ചിന്ത നമ്മളുടെ അരികിൽ വേണം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരടിമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഖൈറായ ഒരു കാര്യം ഹുസ്നുൽ വന്നി ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് നല്ലത് വിചാരിക്കലാണ്. അള്ളാഹു എൻ്റെ ദോഷം പൊരുത്തപ്പെട്ടു തരും. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, എല്ലാ ദോഷവും എൻ്റെ റബ്ബ് പൊരുത്തപ്പെട്ടു തരും എന്ന ആ ഒരു വലിയ ആത്മവിശ്വാസത്തോടു കൂടെ നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.